കൃപയുടെ കൂടാരമേ, സഞ്ചാരി മാതാവേ, ഒരുമിച്ച് സ്വരത്തിൽ പാടും. കൃപയുടെ കൂടാരമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതുപോലെ സ്പീഡുള്ള ഒരു സാക്ഷ്യമാണ് ഈ ദിവസങ്ങളിൽ അൽഫോൻസ പറഞ്ഞത്. അൽഫോൻസമ്മയുടെ സാക്ഷ്യം വേറെ ഒരു സബ്ജക്റ്റാണ്. ഇവർ ബഹറിൽ ജോലി ചെയ്യുന്നവരാണ്. ബഹർ ജോലി ചെയ്തിട്ട് കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഇവിടെ വിസ വീണ്ടും ബഹറിൽ പുതുക്കി. കോൺട്രാക്റ്റ് വിസ ഇല്ല, കോൺട്രാക്റ്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള കോൺട്രാക്റ്റ് പുതുക്കി കഴിഞ്ഞ 10 ദിവസം കഴിഞ്ഞപ്പോൾ പുതിയ ഒരു ഓപ്ഷൻ കൊടുത്തവർ. എന്താണ്? ഇനി കോൺട്രാക്റ്റ് പുതുക്കണ എല്ലാവർക്കും അക്കോമഡേഷനും താമസത്തിൻ്റെ അലവൻസ് കിട്ടാമെന്ന്. അപ്പോൾ ഇവർക്ക് കിട്ടത്തില്ലത്, കാര്യം ഇവർക്ക് നേരത്തെ ഇവർ കോൺട്രാക്റ്റ് പുതുക്കിയതാണ്, ഇവർക്ക് കിട്ടത്തില്ല. അക്കോമഡേഷൻ അലവൻസ് എന്ന് പറയണത് നല്ല തുകയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നാകും കാശില്ല. അപ്പോൾ അവർ സീനിയറുമാണ്, അവർക്ക് ഭയങ്കര സങ്കടമായി. 10 ദിവസം മുമ്പ് 10 ദിവസം കഴിഞ്ഞാണ് പുതുക്കിയിരുന്നെങ്കിൽ അതാണ് ടൈം ആകുമ്പോഴേ പുതുക്കുമല്ലോ. പക്ഷേ ഹോസ്പിറ്റലിൽ പുതിയ നിയമങ്ങൾ വന്നപ്പോൾ പുതിയതായിട്ട് 10 ദിവസം കഴിഞ്ഞ് കോൺട്രാക്റ്റ് പുതുക്കിയവർക്ക് എല്ലാ അലവൻസ് ഫ്രീ ആയി, അക്കോമഡേഷൻ അലവൻസ് ഫ്രീ ആയി. അപ്പോൾ ഈ അൽഫോൻസാമ്മയ്ക്ക് വേറെ ഗുണമുണ്ട്. ഇവർ ഈ മദറുമായിട്ട് നല്ല പേഴ്സണൽ റിലേഷനാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു വിഷയമേ പലർക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പേഴ്സണൽ റിലേഷൻ അല്ല ഉള്ളത്, സബ്ജക്റ്റ് വൈസ് റിലേഷനാണ്. ഇതൊരു പ്രോബ്ലമാണ്. അത് നിങ്ങൾ എന്നെയോ കൃപാസന മാതാവിനെയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കാര്യം നടക്കാത്തതിൻ്റെ കാര്യം നിങ്ങളുടെ റിലേഷൻ്റെ ബേസ്മെൻറ്റ് സബ്ജക്റ്റ് വൈസാണ്. എന്നുവെച്ചാൽ ഒരു വിഷയബന്ധിയാണ്, വ്യക്തിബന്ധിയല്ല. അൽഫോൻസായുടെ റിലേഷൻസ് മാതാവുമായിട്ട് വ്യക്തിബന്ധമാണ്. അവർക്ക് ഇഷ്യൂസ് ഉണ്ടായാലും ഇല്ലെങ്കിലും റിലേഷൻ്റെ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യും. മക്കളെ, ഇതൊരു വെല്ലുവിളിയാണ്. നമുക്ക് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ അല്ല പ്രശ്നം, നമ്മുടെ റിലേഷൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനിലവാരം അല്ലേ? ഈ ആധ്യാത്മികത വില്ലനെന്ന് പറയുന്നത് ക്വാളിറ്റി മെയിൻ്റെനൻസാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തി ചിലപ്പോൾ ഇന്നുണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന ഭക്തിയും തീഷ്ണതയും ഒന്നും ഉണ്ടാകത്തില്ല. എന്താ? വീട്ടിൽ 2 വിരുന്നുകാർ വന്നാൽ മതി, അവർ 2 ചളുവ വർത്തമാനം പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരുമായിട്ട് സമയം ചെലവഴിച്ചാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് വരും, ഭക്തിയിലും വിശ്വാസത്തിലും. അതാണ് ഇങ്ങനെയുള്ളവരിൽ നിന്ന് അകന്നു പോകുവിനെന്ന് ബൈബിൾ എപ്പോഴും പറയും. ഇങ്ങനെയുള്ളവരിൽ നിന്ന് ലോത്തിന് സംഭവിച്ചത് എന്താ? ലോത്തിന് സംഭവിച്ചത്? ലോത്ത് സോദോമിനരികെ കൊണ്ട് കൂടാരം അടിച്ചെന്നല്ലേ പറയേണ്ടത്, അല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം.
ഹല്ലേലൂയ 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 സൊദോമിനടുത്ത് ലോത്ത് കൂടാരമടിച്ചു. ടേക്ക് ദി ബിഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ നന്ദി. മഹത്വം മഹത്വം. ആരാധന ആരാധന സ്നേഹമേ സ്നേഹമേ ആരാധന 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 സ്നേഹമേ ആരാധന. ഉൽപ്പത്തി 13:12. ജീവനേ ജീവനേ ഉൽപ്പത്തി 13:12. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. പറഞ്ഞേ. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. ലോത്ത് സമുദ്രങ്ങളിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. അതായിരുന്നു ലോത്തിനെ പറ്റിയൊരു അബദ്ധം. ലോത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഡയറക്റ്റ് ആകാൻ കാരണം അതാ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ക്വാളിറ്റേറ്റീവ് സ്പിരിച്വാലിറ്റിയാണ്. ക്വാളിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയുടെ ഗുണനിലവാരം. അബ്രഹാത്തിൻ്റെയും ലോത്തും ഒരേ സ്ഥലത്ത് വസിക്കുന്ന ആൾക്കാരാണെങ്കിലും രണ്ട് സ്പിരിച്വാലിറ്റിയാണ്. അതെന്താണ്? നിങ്ങൾ കൂടാരം അടിക്കുന്ന സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്പിരിച്വാലിറ്റി നിൽക്കുന്നത്. ആരുമായിട്ട് കൂട്ടുകൂടുന്നു, അതാണ് പ്രശ്നം. എബ്രാഹാം എവിടെ? കർത്താവിൻ്റെ കാനാൻ ദേശത്തിൻ്റെ അരികിലാണ് കൂടാരം അടിക്കുന്നത്. ലോത്ത് എവിടെയാണ്? സുവർഗഭോഗികളും പുരുഷ ലൈംഗികതയുള്ളവരും സ്ത്രീകൾ ലൈംഗികതയുള്ള മ്ലേച്ഛന്മാരുടെ കൂടെയാണ് കൂടാരം അടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരും മ്ലേച്ഛന്മാരാണെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയിൽ ഡയലൂഷൻ ഉണ്ടാവും, ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഉണ്ടാവും, ക്വാളിറ്റേറ്റീവായിട്ട് ഗുണനിലവാരം കുറഞ്ഞു പോകും. ഒന്നുകിൽ നിങ്ങൾ ഉടമ്പടി ഉപേക്ഷിക്കണം, ദൈവമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. അവരെ വിട്ടുപോരൂ, അവർ അന്തരെ നയിക്കുന്ന അന്തരാണെന്ന് പറയുന്നില്ല. ടേക്ക് ദി ബിഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. എൻ്റെ പേര് അഖില. ഞാൻ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ ഷീല. ഞാനിവിടെ 2019 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് ഇതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാനിവിടെ വരുന്നത്, എനിക്കൊരു പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് ഞാൻ അമ്മയെ തേടി ഇവിടെ വന്നത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത് എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ്. ഞാൻ
എൻ്റെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ആക്സിലയിലായിട്ട് ഒരു ചെറിയ ലംബ് മാതിരി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 വീക്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. എനിക്കപ്പോൾ ഒത്തിരി പേടിയായി. ഞാനങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇത് ലിംഫോമ ആവാൻ ചാൻസ് ഉണ്ട്, നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞു. നേഴ്സിംഗ് പഠിച്ചത് കൊണ്ട് തന്നെ ലിംഫോമ എന്നൊരു പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. കാരണം എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ ക്യാൻസർ മൂലമാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. ഞാൻ വേറൊരു ഡോക്ടറെയും കൂടി കൺസൾട്ട് ചെയ്തായിരുന്നു. ആ ഡോക്ടറും പറഞ്ഞു നമുക്ക് ബയോപ്സിക്ക് എന്തായാലും അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എക്സീഷൻ ബയോപ്സി ചെയ്തു. ഞാനങ്ങനെ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യം ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് നോർമലായിട്ടുള്ളൊരു റിസൾട്ടാണ് അമ്മ എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേനും റിപ്പോർട്ട് കിട്ടുമെന്നാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അത് ഒരു നോർമലായിട്ടുള്ളൊരു റിസൾട്ടാണ് അമ്മ എനിക്ക് തന്നത്. ഹെയർ ഫോളിക്കിളിൻ്റെ മാട്രിക്സ് സെൽസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ഗ്രോത്ത് മാത്രമായിരുന്നു അത്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഒരു ക്ലേശകരമായിട്ടുള്ളൊരു സമയങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ജർമ്മൻ എക്സാം എഴുതിയിട്ട്, ജർമ്മൻ പഠിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഒത്തിരി ടഫായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. 4 മൊഡ്യൂളുണ്ട്. ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് ആകെ 2 മൊഡ്യൂൾസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് റൈറ്റിങ്ങും അതേപോലെ തന്നെ സ്പീക്കിങ്ങും മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ തുടർച്ചയായിട്ട് 6 വട്ടം എക്സാം എഴുതിയിട്ടും എനിക്ക് ബാക്കിയുള്ള 2 മൊഡ്യൂൾസും റീഡിങ്ങും അതേപോലെ തന്നെ ലിസണിങ്ങും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ എക്സാം ക്ലിയർ ചെയ്തു. എല്ലാവരും ജർമ്മനിക്ക് പോയി. എന്നിട്ടും എൻ്റെ കാര്യത്തിൽ മാത്രം ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. അവസാനം ഞാനിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നൊരു സപ്പോർട്ട് കൊണ്ട് ഞാൻ പിന്നെയും പ്രാർത്ഥനകളും എല്ലാം കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാനങ്ങനെ ജനുവരി 6 2024 ഞാനങ്ങനെ ഇവിടെ വന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊരു കഴിവുമില്ല. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വഴിയുമില്ലാത്തവൻ്റെ അവസാനത്തെ ഒരു വഴിയാണ് ഉടമ്പടി എന്നുള്ളത്. ഞാൻ ഓടി ഇവിടേക്കാണ് വന്നത്. അങ്ങനെ ഞാൻ ജനുവരി 6 2024 തീർത്ഥാടന ഉടമ്പടി എടുത്തു. അമ്മയോട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ സമയത്ത് തന്നെ എനിക്ക് 2 മൊഡ്യൂളുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പല ഇൻ്റർവ്യൂ കോളുകളും 2 മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്ന പല ഇൻ്റർവ്യൂ കോളുകളും എനിക്ക് പലയിടത്തുനിന്നും വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് പോയതിന് ശേഷം തന്നെ എനിക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നദർശനം ഉണ്ടായി. അമ്മ എനിക്ക് സ്വപ്നത്തിൽ കലണ്ടറിൽ ഒരു 7 എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കത്തിൽ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മ എൻ്റെ കട്ടിലിൽ വന്നിരുന്നിട്ട് അമ്മേനെ മടിയിലിരുത്തിയേക്കാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ സ്വപ്നത്തിൽ തന്നെ ഒത്തിരി ഞാൻ ഒരു കോരിത്തരിച്ചാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു കോരിത്തെരിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇവിടെ ഇരിക്കുന്നവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
അതേപോലെ തന്നെ പല തവണയായിട്ട് അമ്മ സ്വപ്നങ്ങളിൽ കൂടി അമ്മ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കോരോ വചനങ്ങൾ അമ്മ എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു, ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളും നിബന്ധനകളും എല്ലാം പാലിച്ചു. ഞാനങ്ങനെ 7ാമത്തെ വട്ടം ഞാൻ ഇവിടെ വന്ന ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞാൻ 7ാമത്തെ വട്ടം എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എഴുതി എക്സാമിൻ്റെ സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും തേനും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാശുരൂപം എല്ലാം കൊണ്ടുമാണ് ഞാൻ എക്സാമിന് പോയത്. ഈശോനെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഒരു 2024 ഒക്ടോബർ 7 എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഇത്രയും നാളും ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്ന ആ ഒരു സബ്ജക്റ്റിന് എനിക്ക് 90% മാർക്ക് തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ ആണ് കിട്ടാനുണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിന് എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 മൊഡ്യൂൾസ് ഞാൻ ആദ്യം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ പല ഇൻ്റർവ്യൂസ് കിട്ടുമ്പോഴും അവർ പറഞ്ഞിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ 2 വാലിഡിറ്റി കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ക്യാൻസലായി പോവുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് കുറേ സ്ഥലത്തേക്ക്, ജർമ്മനിയിലുള്ള സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ അയക്കുമ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ തീക്ഷ്ണതയോടുകൂടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാതാവായിട്ട് തന്നെ എനിക്ക് ഓസ്ട്രിയ എന്നൊരു കൺട്രി എനിക്ക് കാണിച്ചു തന്നു. ഞാനങ്ങനെ എനിക്ക് ഒരു ഓസ്ട്രിയയുടെ ഒരു ഏജൻസിയെ ഞാനങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു. എനിക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളൊക്കെ തന്നു. അങ്ങനെ ഏപ്രിൽ 7 2025 എനിക്കൊരു ഇൻ്റർവ്യൂ ഓസ്ട്രിയയുടെ നടക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഞാൻ ഉടമ്പടി തിരി നീലയും പച്ചയും തിരിയും എൻ്റെ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ തിരി 2 കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഉടമ്പടിയുടെ നിറച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും എല്ലാം ഞാൻ ഉപയോഗിച്ച് കാശുരൂപം എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു 2 hours കഴിഞ്ഞപ്പോൾ തന്നെ അവർ സെലക്റ്റായി എന്നൊരു മെസ്സേജ് എനിക്ക് അയച്ചു. പരിശുദ്ധ അമ്മയും തിരുകുമാരനും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് അല്ല ഇതെനിക്ക് കിട്ടിയെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ വിസ അടിച്ച് വന്നിട്ടുണ്ട്. ഈ മാസം 29 നെക്സ്റ്റ് വീക്ക് ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ഒരു സാക്ഷിയാണ്. എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ 2 ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അമ്മക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അമ്മയുടെ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിൽക്കാനും ഇരിക്കാനും ഒക്കെ കഴിയാത്ത തരത്തിലുള്ള ഒരു ബ്ലീഡിംഗ് ആണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ സർജറിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോഴും ഞാൻ അമ്മയും കൂട്ടിയിട്ടാണ് ഇവിടെ വരാറ്. അമ്മയ്ക്ക് ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം അമ്മയുടെ വയറ്റിൽ തൈലം അമ്മയുടെ വയറ്റിൽ തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഉപ്പും തേനും ഞാൻ അമ്മക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയ്ക്കിപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ ഉണ്ടായിരുന്ന ഫൈബ്രോയിഡൊക്കെ ചുരുങ്ങി ചെറിയൊരു ഇതിലേക്കായി. ബ്ലീഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അമ്മക്ക് നിന്നു. എൻ്റെ അമ്മയ്ക്കും നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.
അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെ കുറിച്ചിട്ടാണ്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻകം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ്, അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് അയച്ചു തരുന്ന പൈസയിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് ഒരു കെയർ ഹോം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നേരെ ആരാണോ ഒരു ആവശ്യമായിട്ട് വരുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ കഴിവിൽ പറ്റുന്ന മാതിരി ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ പത്രത്തിൻ്റെ അകത്തും ഞാൻ തൈലം തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കണേ ഈശോയെ അറിയാനായിട്ട് അവർക്ക് എല്ലാവർക്കും സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും രോഗികളുടെ ഇടയിലേക്കാണ് പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി അവഗണനകളെല്ലാം ഈ ആളുകളുടെ ഇടയിൽ നിന്നും വന്നിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി നമുക്ക് സഹനങ്ങൾ കൂടുതൽ വരുന്നത് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീടെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എത്ര അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും സാരമില്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി എൻ്റെ ഈശോയെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു. ഞാൻ 2019 ജൂലൈ 20 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് മേരി ഷാജു, എറണാകുളം പറവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷാജു, എൻ്റെ മകൻ അമൽ, ഇതെൻ്റെ മരുമകൾ രേഷ്മ. എൻ്റെ പേര് അമൽ. ഞാനിവിടെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2019 ഞാൻ എൻ്റെ ബിടെക്കും കഴിഞ്ഞ് ഇവിടെ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പുറത്തേക്ക് പോകാനുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കാനഡയിലേക്ക് പോകാനാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ തന്നെയുണ്ട്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം ആണ് ഇവിടെ കോവിഡെല്ലാം വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായി. സാധാരണ രീതിയിൽ 2-3 മാസം കൊണ്ട് എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞ് ഒരാൾ കാനഡയിലെത്തും ഈ സ്റ്റുഡൻറ്റ് വിസക്ക് പോകുമ്പോൾ. പക്ഷേ എൻ്റെ കാര്യത്തിൽ അത് 1.5 വർഷം മേളിലെടുത്തു. അപ്പോൾ ഈ ഒരു കാലയളവിൽ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും അതിൽ ഞാനും ആ ഉടമ്പടിയിൽ പങ്കുചേരുകയും അതിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും കിട്ടുകയും ചെയ്തു. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വിശ്വാസം കുറവായിരുന്നു. അതിലൂടെ എനിക്ക് എല്ലാ ദിവസവും കുർബാനക്ക് പോകാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. എല്ലാ ആഴ്ചയിലും ഞാൻ കുമ്പസാരിക്കുകയും അങ്ങനെ അമ്മ പ്രദക്ഷിണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോൾ അതിൽ ഞാൻ കൂടുകയും എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് കാനഡയിൽ എത്തിച്ചേരാൻ സാധിച്ചു. അവിടെ എത്തിയിട്ടും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അമ്മ മാതാവ് മാറ്റിത്തന്നു. എനിക്ക് പഠിക്കാനുള്ള കൃപ തന്നു. കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. കോഴ്സെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അടുത്ത കടമ PR ആയിരുന്നു. പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള ഒരു തടസ്സവും അമ്മ മാതാവ് തന്നില്ല. PR വേഗം തന്നെ ലഭിക്കുകയും 3.5 വർഷം കൊണ്ട് തന്നെ കാനഡയിൽ PR ലഭിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. അതുകൂടാതെ അടുത്ത ആയിട്ട് എൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ ഇരിക്കനാണ് എൻ്റെ ഭാര്യ രേഷ്മ. ഇത്രയും വലിയ അനുഗ്രഹം തന്നതിന് ഞാൻ വീണ്ടും അമ്മയോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാജു. വൈഫാണ് ഉടമ്പടി എടുത്തതെങ്കിലും അതിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിൽ തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിരുന്നു ഒരു 3 മാസത്തോളം. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് 2 പേര് ഉടമ്പടി എടുക്കണ്ട എന്നുള്ളൊരു നിയമമായിരുന്നു അന്ന് കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരാളോട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സറണ്ടർ ചെയ്തിരുന്നു.
എങ്കിലും വൈഫിൻ്റെ ഉടമ്പടിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും ഞങ്ങളും ചേരുമായിരുന്നു. മാതാവിൻ്റെ ഈ ഉടമ്പടി പ്രാർത്ഥന വൈഫാണ് ഉടമ്പടി എടുത്തെങ്കിലും അതിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ ഇതിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇപ്പോഴല്ല 2024 ഒക്ടോബർ ദീപാവലി ദിവസമായിരുന്നു, ഒക്ടോബർ 31. ഞാൻ സാധാരണ വരുന്നത് ഒരു രാത്രി 2 മണിക്കാണ്. ഞങ്ങളുടെ ഒരു US കമ്പനിയാണ്, അപ്പോൾ അവരുടെ ഒരു ടൈം സോൺ അനുസരിച്ച് രാത്രി ഒരു 2 മണിയോടുകൂടിയാണ് ഞാൻ വീട്ടിൽ 2:30 വീട്ടിലെത്താറുള്ളത്. ഏകദേശം 2 മണിയോടുകൂടി ഞാൻ ആലുവ വഴിയാണ് വന്നിരുന്നതെന്ന്. പറവൂർ റൂട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബൈക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് കയറി വരികയും ഞാനത് കണ്ടില്ല. എന്തോ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയെങ്കിലും എൻ്റെ കാറ് പോയി ആ ബൈക്കിലിടിക്കുകയും അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു. ഉടനെ തന്നെ ഞാൻ വണ്ടി നിർത്തിയിട്ട് തൊട്ടടുത്ത് ഒരു സെക്യൂരിറ്റിക്കാരൻ, ഒരു ബാങ്കായിരുന്നു, ആ ബാങ്കിൻ്റെ അവിടെ നിന്ന് ഒരു സെക്യൂരിറ്റിക്കാരൻ ഓടി വന്നു. ഞങ്ങൾ 2 പേരും കൂടി അദ്ദേഹത്തെ പിടിച്ച് റോഡിൻ്റെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊരു കാർ നല്ല സ്പീഡിൽ വരുന്നുണ്ടായിരുന്നു. അവർ വന്ന് ഈ ബൈക്കിൻ്റെ മുകളിൽ കയറി ഞങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴും. കാറ് ടോട്ടലി അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. അങ്ങനെ ആ ഫോഴ്സിൽ ഞങ്ങൾ 3 പേരും തെറിച്ചുപോയി. രക്ഷിക്കാൻ വന്ന സെക്യൂരിറ്റി ചേട്ടൻ്റെ കൈയൊടിയുകയും ഇദ്ദേഹം ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയും ഞാൻ തെറിച്ച് ഒരു ഫുട്പാത്തിലേക്ക് തെറിച്ച് പോവുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും വേറെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ വേറൊരു വണ്ടി എൻ്റെ പുറകിലുണ്ടായിരുന്നു, അത് വന്ന് എൻ്റെ വണ്ടിയുടെ ബാക്കിലിടിക്കുകയും അങ്ങനെ ഒരു 4 വണ്ടി പരസ്പരം കൂട്ടിമുട്ടി. എൻ്റെ വണ്ടിക്ക് നല്ല ഡാമേജ് പറ്റി, ഫ്രണ്ടിലും ബാക്കിലും ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു പോറൽ പോലും ഏറ്റില്ല. ആ സെക്യൂരിറ്റി ചേട്ടന് കൈയൊടിഞ്ഞൊടിഞ്ഞു. അദ്ദേഹത്തെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയുണ്ടായി. വീണ് കിടന്ന ആ ബൈക്കിൽ നിന്ന് വീണ ആ ചേട്ടനും ചെറുതായിട്ട് കാലൊന്നും മുറിഞ്ഞു. അത്രേ പറ്റുള്ളൂ. ഈ 2 വണ്ടി ഇടിച്ചിട്ട് പോലും അത്രേ ആ ചേട്ടനും പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണ്, വേറെ മറ്റ് യാതൊരു കുഴപ്പമില്ലാതെ ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടത്. മാതാവിന് 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ വീടുകളിൽ എല്ലാ പത്രങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും എത്തിക്കുമായിരുന്നു. പിന്നെ പള്ളികളിലും എത്തിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി രോഗസൗഖ്യം ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്നെക്കൊണ്ട് അനാഥാലയത്തിൽ എല്ലാ മാസവും ഞാൻ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും പൈസ കൊടുക്കുകയും ഓരോരുത്തർക്ക് പൈസ കൊടുക്കുകയും ചെയ്യും. കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഞാൻ മനസ്സറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ ഭർത്താവ് പോലും അറിയാതെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി രോഗസൗഖ്യം ഒത്തിരി പേർക്ക് ലഭിച്ചു. അമ്മയ്ക്കും അമ്മയുടെ സംരക്ഷണം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഒത്തിരി നന്ദി പറയുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.